ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ ഒന്നാക്കി മാറ്റണം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്തില്ലെങ്കിൽ കുറച്ച് പണി കിട്ടുന്ന സാധനം, ആ ടേസ്റ്റ് അങ്ങോട്ട് വഴുതി മാറിപ്പോകാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. പക്ഷെ ഹാഫ് ബോയിൽ ആവാൻ പാടുള്ളൂ. അതായത് നമ്മൾ കൈകൊണ്ട് അമർത്തിയാൽ പൊട്ടിപ്പോവാനൊന്നും പാടില്ല. അങ്ങനെ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചാൽ 1 മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, കാരണം ഉരുളക്കിഴങ്ങ് ഫ്രീസറിൽ വെക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. നമ്മുടെ ആവശ്യാനുസരണം അത് പൊരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോവാതെ, അതായത് കരിഞ്ഞു പോവാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ആൻഡ് ഭയങ്കര ടേസ്റ്റാണ്. കറക്റ്റ് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് പോലെയാണ്. അപ്പോൾ ചെറിയൊരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക.